ஒளி வீசுமே உயிர் வாசமே என் உயிர் வாசமே நீயே மனதின் அடியாழமே உன் நினைவு என்னுள் நீதம் வாழுமே உயிர் வாசமே என் உயிர் வாசமே உயிர் வாசமே என் புது சுவாசமே தொடுவானமும் நம் கதை பேசுமே உயிர் வாசமே என் புது சுவாசமே தொடுவானமும் நம் கதை பேசுமே To one and all, as we gather here today to celebrate and witness a beautiful occasion, the engagement ceremony of Vishnu and Shilpa. It's an absolute pleasure to have each and every one of you here sharing in the joy and love that fills the air. നമ്മളേവരും കാത്തിരുന്ന ഈ ഒരു മനോഹര നിമിഷം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. The stars of this beautiful evening, the couple whose love has brought us all together today. Please get ready to welcome our handsome groom Vishnu and our beautiful bride Shilpa to the stage. ആദ്യമേ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. I am Jewel and I feel truly happy and honored to be your host for this beautiful evening. Let me first introduce our wonderful couple, our handsome groom, Mr. Vishnu. He is a system administrator working in Florida, USA. Son of late Mr. Mohanan and Mrs. Vilasini Mohanan. And our beautiful bride, Miss Shilpa Cletus, who has completed MSc Physics and currently working in an investment management team. She is a beautiful daughter of Mr. VJ Cletus and Mrs. Shaila Cletus. രണ്ടുപേരോടും ഒരു ചോദ്യം. How do you feel right now? Happiness. That's it. Happy moments ആണല്ലോ. നമുക്കൊരു ചെറിയൊരു പ്രപ്പോസൽ സീൻ കാണാല്ലേ, അല്ലേ? എല്ലാവരും റെഡി അല്ലേ? എവിടെ കസിൻസ്, റിലേറ്റീവ്സ്, എവിടെ? എല്ലാവരും റെഡി അല്ലേ? നമ്മുടെ ശില്പയാണ് നമ്മുടെ വിഷ്ണുവിനെ പ്രപ്പോസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് വെറും ഒരു പ്രപ്പോസൽ ആയിരിക്കരുത്, അല്ലെങ്കിൽ ഐ ലവ് യു വിഷ്ണു അങ്ങനെയൊന്നും ആയിരിക്കരുത്. ഒരു 3-4 സെന്റൻസ് ആയിട്ട് നമ്മുടെ വിഷ്ണുവിനെ ഒന്ന് പ്രപ്പോസ് ചെയ്യണം. ഏറ്റവും അടിപൊളി പ്രപ്പോസൽ ആയിരിക്കണം വിഷ്ണുവിന്. വിഷ്ണു പേടിക്കേണ്ട, അടുത്ത പണി ഇപ്പൊ തന്നെ കിട്ടും. ഡോണ്ട് വറി. അപ്പോൾ നമ്മുടെ ശില്പയ്ക്ക് ഞാൻ മൈക്ക് കൈമാറുകയാണ്. നല്ലൊരു പ്രപ്പോസല് നമ്മുടെ വിഷ്ണുവിന് വേണ്ടിയിട്ട്. ഇതുവരെ എൻ്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിന്നിട്ട് ഈ ഒരു മൊമെന്റ് വരെ എനിക്കൊരു സപ്പോർട്ടായിട്ട് നീ ഉണ്ടായിരുന്നു. സോ താങ്ക് യു ഫോർ മീ. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു പ്രപ്പോസൽ ആയിരുന്നു. ആ പരിചയം നീണ്ട ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ എത്തി. അതിനുശേഷം വിഷ്ണു നമ്മുടെ US ജോലിക്കായിട്ട് പോയി. ശില്പ MSc കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടി വന്നു. ഫ്രണ്ട്ഷിപ്പ് അവസാനം ഒരു പ്രപ്പോസലിൽ എത്തി. വിഷ്ണു ശില്പയെ പ്രപ്പോസ് ചെയ്തു. അതിനുശേഷം അവരൊരു ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു. ഞാൻ ശില്പയോട് ചോദിച്ചപ്പോൾ ശില്പ പറഞ്ഞത്, നമ്മുടെ ഒരു കാര്യം വിചാരിച്ച നമ്മുടെ അടുത്തേക്ക് ഒരാൾ വരുമ്പോൾ
നമുക്ക് ആള് ഓക്കെ ആയിരിക്കും എന്ന് തോന്നിയ നോ പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതായത് വിഷ്ണു എന്നെ പ്രപ്പോസ് ചെയ്താ, എനിക്ക് കുറെ പ്രപ്പോസൽസ് വന്നാൽ പോലും വിഷ്ണു എന്നെ പ്രപ്പോസ് ചെയ്താ എനിക്കതിന് നോ പറയാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്, അല്ലേ? അത് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത് ഒരു പാവം ചെക്കനാന്ന് പറഞ്ഞത്. ഒരു കുഴപ്പമില്ലാത്ത, ഒരു ശല്യമില്ലാത്ത ഒരു പാവം ചെക്കൻ, ഒരു ഉപദ്രവമില്ല അതിനെ കൊണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ ഞാൻ വിഷ്ണുവിനോട് ചോദിച്ചപ്പോ പറഞ്ഞു ഭയങ്കര കെയറിങ് ആണ് എന്നെ എന്ന് പറഞ്ഞത്. അതുപോലെ വളരെ ടോക്കറ്റീവ് ആണ്. വിഷ്ണുവിനെ പ്രത്യേകം എടുത്ത് പറഞ്ഞു ശില്പ അങ്ങനെ പലതും പറയും, അത് ഇതൊക്കെ കിടന്ന് പറയും, കാരണം അവള് ഭയങ്കര ടോക്കറ്റീവ് ആണ്, ആൾക്ക് എന്താ പറയണേന്ന് ഒരു ഇതുണ്ടാവില്ല. അപ്പൊ ആ സമയം നമ്മുടെ വിഷ്ണു എന്ന് പറയുന്ന ആള് ഭയങ്കര ഷൈ ആണെന്നും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഓപ്പോസിറ്റ് ഉള്ള ആളല്ലേ ചേരുള്ളൂ, അങ്ങനെയല്ലേ ചേരേണ്ടത്, അല്ലേ? കാരണം ഒരാള് ഷൈ, രണ്ടുപേര് ഷൈ ആണെങ്കിൽ എന്ത് അടിപൊളിയുള്ള ലൈഫില്. ആ സമയം ഒരാൾക്ക് ഇച്ചിരി ഒരു നാണമുള്ള കൂട്ടത്തിലും, ആ സമയം ശില്പയാണെങ്കിൽ ഫുൾ പവർ, എല്ലാത്തിനും അടിപൊളി, ആ ഒരു ടൈപ്പാണ്. അപ്പോ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കപ്പിള് നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ there is one more beautiful coincidence about this lovely couple. ഒരു പ്രത്യേക കാര്യം കൂടി പറയണം. അത് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ബർത്ത്ഡേ അല്ലേ? അത് വളരെ കോയിൻസിഡൻസ് ഉള്ള ഒരു കാര്യമാണ്. രണ്ടുപേരുടെയും ബർത്ത്ഡേ സെയിം ഡേറ്റ് ആണ്, February 20 ആണ് രണ്ടുപേരുടെയും ബർത്ത്ഡേ. അത് വളരെ ഒരു എന്താ പറയാ, ഒരു ലക്കി കപ്പിൾസ് ആണ് രണ്ടുപേരും. എന്നും ഇവരുടെ ജീവിതത്തിൽ ഈ ഒരു നിമിഷം എന്നും ഇവർക്ക് ആ ഒരു ദിവസം എന്നും ഒരു ഹാപ്പിനെസ് ആയിരിക്കട്ടെ എന്ന് ഈ നിമിഷം ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ, ഇതുപോലെ തന്നെ ഇന്നത്തെ ഒരു ദിവസം ഇത്രയും മനോഹരമായിട്ട് കാണാൻ ആഗ്രഹിച്ചത് ഇവരെ പോലെ തന്നെ ഒരുപക്ഷെ ഇവരെക്കാൾ ഏറെ ആഗ്രഹിച്ചത് ഇവരുടെ മാതാപിതാക്കളാണ്. First, I would like to invite the groom's loving mother, Mrs. Vilasini Mohanan, to the stage. അമ്മയ്ക്ക് ഈ ഒരു മൊമെന്റിൽ എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും പറഞ്ഞോ? മോന്റെ ആകെയുള്ളൊരു ആൺതരിയാണല്ലേ, അപ്പൊ അമ്മയ്ക്ക് എന്താ തോന്നുന്നത് ഈ ഒരു നിമിഷത്തില്? അപ്പൊ കുറച്ച് ഇമോഷണൽ ആവും. നമ്മൾ ഈ നിമിഷം വിഷ്ണുവിന്റെ അച്ഛനെ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസൻസും നമ്മുടെ ഈ ഒരു നിമിഷം ഇവിടെയുണ്ട്. Next, let's invite the bride's loving parents, Mr. VJ Cletus and Mrs. Shaila Cletus, to the stage. ശില്പയുടെ പാരന്റ്സിനെ ഏറ്റവും സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് കേക്ക് കട്ടിംഗ് സെറമണിയിലേക്ക് കടക്കാം. Let's add a sweet moment to the evening. Now it's time for the cake cutting ceremony. Congratulations and celebrations when I കേക്ക് എടുത്താൽ മതി. വിഷ്ണു അത് വായിൽ വെച്ചോ, അത് കടിച്ചെടുത്തോളും ശില്പ, കുഴപ്പമില്ലല്ലോ. വിഷ്ണു വായിൽ വെച്ചോ. നല്ലൊരു കൈയടി കൊടുത്തേ. I used to think that happiness hadn't been invented, but that was in the bad old days before I met you, when I let you. ഇവരുടെ ജീവിതത്തിലെ ഒരു പ്രധാന നിമിഷത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മോതിരം പരസ്പര വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമാണ്. I would like to invite the parents from both families to the stage to bless the couple. ഇപ്പോൾ വിഷ്ണുവും ശില്പയും പരസ്പരം മോതിരം കൈമാറുകയാണ്. ഒരു ശില്പയുടെ പ്രപ്പോസൽസിന് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ നമുക്ക് വിഷ്ണുവിന് ഒരു പണി കൊടുക്കാന്ന് പറഞ്ഞു. ഇനി വിഷ്ണു റിങ്ങെടുത്ത് ശില്പയെ പ്രപ്പോസ് ചെയ്യാം. Will you marry me? അടിപൊളി പ്രപ്പോസൽ സീനായിരുന്നു. ഇരുവരും ഇനി റിംഗ് എക്സ്ചേഞ്ച് ചെയ്യുക.
പുതിയ ജീവിതം സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞതാകട്ടെ എന്ന ആശംസയോടെയാണ് ഈ വളയിടൽ ചടങ്ങ് നടത്തുന്നത്. ഇപ്പോൾ വരന്റെ കുടുംബത്തെ പ്രതിനിധീകരിച്ച് വിഷ്ണുവിന്റെ വല്യമ്മയായ കോമള വല്യമ്മയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. இதுதானா இவளோடு நடந்தேனா இந்த மாயத்தில் நானும் விழுந்தேனா அழகழகாய் பேசிடும் நாம் மண்ணோடு வாழும் வரை உன்மேல் சட்டை வாசம் என் மூச்சோடு பேசும் பொய் பூசாத நேசங்களே உயிரே ചന്ദ്രന്റെ സ്വന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ നിനക്കു വെണ്ണിലാവു പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ ഉദിച്ച ചന്ദ്രന്റെ സ്വന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ നിനക്കു വെണ്ണിലാവു പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ താരകങ്ങൾ കണ്ണുവച്ച പാരിജാതമല്ലേ താരയുടെ കുടകഞ്ഞ പഞ്ചവർണ്ണമല്ലേ തങ്കമെന്റെ ചക്കവർണ്ണ പുണ്യം നെഞ്ചത്തിൽ മുത്താരം മുത്തല്ലേ
കരയിൽ കടവിലാക്കും കടലുകൾ കുങ്കുമാമറ്റുകൾ കപ്പുറം കുടിയിലേക്കിന്നു ഞാൻ കൊണ്ടുപോകും ചിങ്ങമാസമെന്ന് ചെയ്താൽ നിന്നെ ഞാൻ സ്വന്തമാക്കും സ്വന്തമാക്കും മേഘപ്പഴുതുകൊണ്ട് മാനത്തെ കോട്ടയ്ക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകും മേടിച്ചു നിന്ന് മാനത്തെ ചേല കൊണ്ട് നിന്നെ ഞാൻ മൂടി വളക്കിളിക്കും കുളിരോണ പെണ്ണെ കരച്ചിപ്പു കിളിക്കും ചെന്നമണി കാറ്റ് കുടുക്കമി കിടക്കുമനും കുടിച്ചില കിടക്കുറുമനും ഒരു കുലുമാല് പുകയടിക്കണ മാറിനും പുകഞ്ഞു പകണ വീരനും ഒരു കുലുമാല് മണിമാരുടെ കൈവഴി കണ്ട ഇതിനകത്തൊരു ചമ്പടമേളം സുന്ദരിമാരുടെ കലമൊഴി കേട്ടാൽ കരണിനകത്തൊരു കൈവളകാലം മോഹത്തെ നീരാട്ടം ചന്തമോടെ എന്നും നീയോ എന്റേതല്ലേ സുന്ദരി അന്തിവ്യക്തമാകും നേരം സ്വന്തം നീയേ കൺമണി പറക്കൊരു കടക്കണ്ണു മടിച്ചെണ്ണി വൈകില്ല വെട്ടിക്ക് പെണ്ണെ മറിച്ചിട്ടും കുടിച്ചിട്ടും നനച്ചിട്ടും കുളിപ്പിച്ചു കിടത്തല്ലേ കൊടുക്കപ്പെണ്ണെ കോയിലെ മാമ മച്ച മനസ്സ് വച്ച ജെല്ലിക്കെട്ടി ജൈവിളിക്കൂലേ കൊമ്പിളയെ പൊടി മാമയിലെ കാലം കുയിക്കുവാൻ കൊല്ല तुमको पाया है तो जैसे खोया हूँ कहना चाहूँ भी तो तुमसे क्या कहूँ तुमको पाया है तो जैसे खोया हूँ कहना चाहूँ भी तो तुमसे क्या कहूँ किसी जबान में भी वो लफ्ज ही नहीं कि जिनमें तुम हो क्या तुम्हें बता सकूं मैं अगर कहूँ तुम सा हंसी कायनात में नहीं है कहीं तारीफ ये भी तो सच है कुछ भी नहीं ചമഞ്ഞൊരുങ്ങി മഴവില്ലിൽ വിഴിതിളങ്ങി കാലമിരിലെ വന്നിറങ്ങി തകിടുരുകി മായാത്ത വസന്തത്തിൽ സുഗന്ധം പോലെ നാടിച്ച് വിളിലെ കനവ് പോലെ ഇനിയെന്നും പെയ്യാറും ഒരു തീരം നമ്മെ വടക്കും മടകിൽ സ്വർഗം തീർക്കാനായി വളരെ സ്വർണ്ണം പെയ്യാറ് ശരാബ് പോലെ തുള്ളിത്തുള്ളി തുളുമ്പും
പകൽ കൂവിട്ടും